ഇപ്പോൾ ടി ജമാലുദ്ദീൻ കൂടി ചേരുകയാണ്. മറ്റു വിവരങ്ങൾ നൽകാൻ കുവൈറ്റിൽ നിന്നും. ജമാൽ, ഇപ്പോൾ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മുൻപ് ജമാൽ പങ്കുവച്ച വിവരങ്ങൾ അപ്രകാരമാണ്. ഞാൻ വരാം ജമാൽ, തുടരുക. ഇപ്പോൾ മന്ത്രി പി രാജീവ് ചേരുകയാണ്. മിനിസ്റ്റർ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഈ ഘട്ടത്തിൽ കുവൈറ്റിലേക്ക് എത്തുക എന്നുള്ളത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ചും അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും ഏറെ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ യാത്ര നിഷേധിക്കുന്നു കേന്ദ്ര സർക്കാർ. എന്താണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്? ഇതില് പ്രധാനമായിട്ടും യൂണിയൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. അതിന് പറ്റുന്ന രൂപത്തിൽ തന്നെ വിദേശകാര്യ മന്ത്രി അവിടെ എത്തിയിട്ടുമുണ്ട്. എന്നാൽ അതോടൊപ്പം ഭൂരിഭാഗവും മരണപ്പെട്ടുള്ള ഭൂരിഭാഗവും മലയാളികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിയും ഉദ്യോഗസ്ഥനും കൂടി പോകുന്നത് യൂണിയൻ ഗവൺമെന്റിന്റെ എംബസിയുടെയും ഒപ്പം നിന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായകരമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായിരിക്കും, മലയാളികൾക്ക് ആകെ ഒരു ആത്മവിശ്വാസം പകരും. അവരാകെ തകർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്ന പ്രതീതി സ്വാഭാവികമായിട്ടും അവിടെയുള്ള മലയാളികൾക്കുണ്ടായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഒരു മന്ത്രിയും അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥരും പോകണമെന്ന് മന്ത്രിസഭ തീരുമാനിച്ചത്. എന്തായാലും പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് മറ്റ് തർക്കങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് പരമാവധി നമ്മുടെ മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. മറ്റ് തർക്കങ്ങളിലേക്ക് പോകേണ്ട സമയം ഇതാണെന്ന് തോന്നുന്നില്ല. മിനിസ്റ്റർ, ഇപ്പോൾ മന്ത്രി പോകാൻ തീരുമാനിച്ചിരുന്ന വിമാനം അത് വൈകുന്നുണ്ട്, അത് പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ രാവിലെ 8:30 മറ്റ് മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകമുള്ള ഈ സമയം ശ്രമം തുടരാനാണോ തീരുമാനം? നമുക്ക് പ്രധാനമായിട്ട് അവിടെ നിന്ന് വരുന്ന പരമാവധി രാവിലെ തന്നെ ഭൗതിക ശരീരങ്ങളിലൂടെ എത്തിക്കുക, അത് സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള വീടുകളിലേക്ക് എത്തിക്കുന്നതിന് ആംബുലൻസ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കാര്യങ്ങളാകെ ഏകോപിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇപ്പൊ കരുതുന്നത്. മറ്റ് നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുകൂടി ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ മിനിസ്റ്റർ? രാവിലെ 8:30 കൊച്ചി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിയതിനു ശേഷം വിവിധയിടങ്ങളിലാണല്ലോ, വിവിധ ജില്ലകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിരീകരിച്ചിട്ടില്ല. വരുന്നതിന്റെ കൃത്യസമയം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. രാവിലെ തന്നെ എത്തും, 7-നും 10-നും എത്തുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇപ്പൊ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വീടുകളിലേക്ക് എല്ലാ കളക്ടർമാരും അതായത് വീടുകളിൽ അവരുടെ ബന്ധുക്കളെ അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവിടെ ജില്ലാ കളക്ടറും എയർപോർട്ട് MD-യും അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. നോർക്കയുടെ പ്രതിനിധി എയർപോർട്ടിലുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ആംബുലൻസ് സൗകര്യം വരുമ്പോൾ തന്നെ വൈകാതെ തന്നെ അവരവരുടെ നാടുകളിലേക്കും വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള സൗകര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ കാര്യങ്ങളാകെ ഏകോപിപ്പിക്കുന്നുണ്ട്. മിനിസ്റ്റർ, രാഷ്ട്രീയപരമായ കാരണങ്ങളിലേക്ക് കടക്കാൻ താങ്കൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ഘട്ടത്തിൽ താങ്കൾ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒരു മന്ത്രി അവിടെ എത്തുക എന്നുള്ളത് വലിയ ആശ്വാസകരമായ വാർത്തയായിരുന്നു നമുക്ക് എല്ലാവർക്കും. പക്ഷേ ഒരു മിനിസ്റ്റർ, ഒരു കേന്ദ്രമന്ത്രി ഉള്ളത് കൊണ്ട് മറ്റൊരാൾ കൂടി സംസ്ഥാനത്ത് നിന്ന് പോകേണ്ടതില്ല എന്നൊരു വാദം അത് അത്ര കണ്ട് യുക്തിസഹമായി തോന്നുന്നില്ല. അത് ന്യായമായ ഒരു വിശദീകരണമായി കരുതുന്നുണ്ടോ മിനിസ്റ്റർ? അല്ല, നമ്മളിപ്പോ കരുതുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഘട്ടത്തിൽ നമുക്ക് കൊച്ചിയിലേക്ക് എത്തിക്കണം. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും നേരിട്ട് ഡൽഹിയിലോ മറ്റോ പോകാതെ കൊച്ചിയിലേക്ക് തന്നെ എത്തിക്കുന്നതിനാവശ്യമായി ബന്ധപ്പെട്ടിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വിദേശ മന്ത്രാലയം യൂണിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥരത്തിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി കൂടി ഉണ്ടാകുമ്പോൾ നന്നായിരിക്കും എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അത് സംബന്ധിച്ചുള്ള മറ്റു തർക്കങ്ങളിലേക്ക് പോകേണ്ട സമയം ഇതാണെന്ന് തോന്നുന്നില്ല. നമുക്കുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ വിശദമായി പിന്നീട് പ്രകടിപ്പിക്കുന്നതായിരിക്കും ഇത്. ശരി, വളരെ നന്ദി. മിനിസ്റ്റർ പി രാജീവാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ്, കെ രാജൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. പക്ഷേ കുവൈറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ യാത്ര കേന്ദ്ര സർക്കാർ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. അനുമതി നൽകുന്നില്ല മിനിസ്റ്ററുടെ യാത്രയ്ക്ക്. ഒരു കേന്ദ്രമന്ത്രി ഉള്ളതുകൊണ്ട് സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു മന്ത്രി കൂടി പോകേണ്ടതില്ല എന്നാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം നൽകുന്ന വിശദീകരണം. ആ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ മിനിസ്റ്റർ പി രാജീവ് പ്രതികരിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ടി ജമാലുദ്ദീനിലേക്ക് പോവുകയാണ്. ജമാൽ, നമ്മൾ സംസാരിച്ചു വന്നത് അവിടുത്തെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ മിനിസ്റ്റർ പറയുന്നത് പോലെ നാളെ രാവിലെ തന്നെ മൃതദേഹങ്ങൾ കൊച്ചിയിലേക്ക് എത്തുമെന്ന് കരുതുന്നു.
എങ്ങനെയൊക്കെയാണ് ഇനി അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കിയുള്ളത്? നടപടികൾ എന്തൊക്കെ ഏത് നിലയിൽ പുരോഗമിക്കുന്നു? നടക്കേണ്ടിയിരുന്ന നടപടികൾ എന്ന് പറയുന്നത് എംബാമിംഗ് ആണ്. അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എംബാമിംഗ് പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം കുവൈത്ത് വിമാനത്താവളത്തിലേക്ക് മാറ്റും. അവിടെ നിന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ ഈ നാട്ടിലേക്ക് കൊണ്ടുവരിക. എയർഫോഴ്സിന്റെ വിമാനം ഏതാണ്ട് 9:30 10 മണിക്ക് മുൻപായി കുവൈറ്റിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി തന്നെ കുവൈത്തിൽ നിന്ന് ഈ വിമാനം പുറപ്പെടാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. അർദ്ധരാത്രി 12 മണിയോടുകൂടി കുവൈത്തിൽ നിന്ന് ഈ വിമാനം പുറപ്പെടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും രാവിലെ 8:30 തന്നെ കൊച്ചിയിൽ വിമാനം എത്തിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പർവാനി ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ എംബാമിംഗ് പൂർത്തിയാക്കിയ ശേഷം വിമാനത്താവളത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. ഇതിൽ 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഉള്ളത്. ആകെ 46 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് മാറ്റുന്നു. ജമാൽ, മറ്റൊരു കാര്യം അറിയാനുള്ളത് അവിടുത്തെ മറ്റ് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുമുണ്ട്. പക്ഷേ കമ്പനിയുടെ വിശദീകരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിലയിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. അത്തരം വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ സാധിക്കുമോ? അസിത, ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് കുവൈത്ത് ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. തീപിടുത്തം ഉണ്ടായത് ഗാർഡ് റൂമിൽ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ സെക്യൂരിറ്റി ക്യാബിൻ അഥവാ ഗാർഡ് റൂമിൽ നിന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഇത് തീപിടുത്തത്തിന് കാരണമായി. ഇവിടെ താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഏതാണ്ട് 23ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് താഴത്തെ നിലയിൽ ഉണ്ടായിരുന്നത്. ഇത് പാചക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നാണ് പൊട്ടിത്തെറിയും വലിയ പുകയും തീയും ഒക്കെ ഉണ്ടായത്. നേരത്തെ നമ്മൾ പല തവണ സൂചിപ്പിച്ചതുപോലെ തന്നെ മുകൾ നിലകളിലേക്ക് ഈ തീയും പുകയും കയറി. ഒപ്പം അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി ഈ തീയും പുകയും കാണുന്നു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അവർ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. 4ാമത്തെയും 5ാമത്തെയും നിലകളിൽ നിന്ന് താഴേക്ക് ചാടിയവർ നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. ചില മലയാളികളൊക്കെ അങ്ങനെയാണ് മരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഈ സംഭവസ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി ഫഹദ് യൂസഫ് വ്യക്തമാക്കിയ ഒരു കാര്യം, കെട്ടിട ഉടമയുടെ അത്യാഗ്രഹമാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. അതായത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഫയർ എക്സിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരന്തമുണ്ടായാൽ, എന്തെങ്കിലും അപകടമുണ്ടായാൽ തൊഴിലാളികൾക്ക്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ മതിയായ അളവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. തുടർന്ന് ഈ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ തന്നെ ഉത്തരവിടുകയും അതിന്റെ ഭാഗമായി കെട്ടിട ഉടമയെയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അറസ്റ്റ് ചെയ്തു. മറ്റു നിയമ നടപടികളിലേക്ക് അധികൃതർ കടക്കുകയാണ്. ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ സെക്യൂരിറ്റി ക്യാബിൽ നിന്നാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. മറ്റൊരു കാര്യം, ഇതേ തുടർന്ന് കുവൈത്തിലെ മിക്ക കെട്ടിടങ്ങളിലും താമസ കെട്ടിടങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനും കർശനമാക്കാനും അധികൃതർ കർശനമായ നിയന്ത്രണം തന്നെ നൽകിയിട്ടുണ്ട്. കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് ഈ കുവൈത്തിലെ കെട്ടിടങ്ങളിലെ താമസ സൗകര്യം പരിശോധിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അസിത, ജമാൽ, അല്പം മുമ്പ് ഈ നോർക്കയുടെ ഒക്കെ വാർത്താ സമ്മേളനം വരുമ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില കണക്കുകളും മരിച്ചവരുടെ നമ്പറും എണ്ണവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ 49 പേർ മരിച്ചു, 45 പേർ ഇന്ത്യക്കാരാണ്, 23 മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം ഇനിയിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ, തിരിച്ചറിയാനുള്ളവർ, മലയാളികളുടെ എണ്ണം ഇനിയും കൂടാനൊരു സാധ്യതയുണ്ടോ ജമാൽ? ഏതാണ്ട് 12ഓളം മലയാളികൾ ഇനി ചികിത്സയിലുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. പക്ഷെ ഏറെക്കുറെ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളായിരുന്നു. ഏറെക്കുറെ അപകടനില തരണം ചെയ്തു എന്നതാണ് വിചാരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാവരെയും സംബന്ധിച്ചത് ഏറെക്കുറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് മലയാളികളാണ്. 196 പേരാണ് ഈ കെട്ടിടത്തിൽ താമസിക്കുന്നത്. അപകടം നടക്കുമ്പോൾ ഏതാണ്ട് 176ഓളം ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. പരിക്ക് പറ്റിയവരിലും അതുപോലെ മരിച്ചവരിലും കൂടുതലും മലയാളികളാണ്. 49 പേരിൽ
23 പേർ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടു പേർ ഫിലിപ്പീൻ സ്വദേശികളാണ്. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും മരിച്ചവരിൽ ഇനി മലയാളികളില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇനി ഈ ആശുപത്രികളിൽ പരിക്ക് പറ്റി കിടക്കുന്നവർ വലിയ ഗുരുതരാവസ്ഥയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ലോകത്തെങ്ങുമുള്ള മലയാളികൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. ശരി, ടി ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത കുവൈറ്റ് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഗാർഡ് റൂമിലുണ്ടായ തീപിടുത്തമാണ് ഇതിന് കാരണം, അടിസ്ഥാന കാരണം. പിന്നീട് അത് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുകയായിരുന്നു. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രമേൽ വർദ്ധിക്കാൻ കാരണം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. ഏതായാലും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ ആയിട്ടുണ്ട്. നാളെ രാവിലെയോടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കും എന്നാണ് കരുതുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളത്തിൽ നിന്നും പുറപ്പെടാൻ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരുന്നെങ്കിലും മന്ത്രിക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു കേന്ദ്രമന്ത്രി അവിടെ ഉള്ളതിനാൽ മറ്റൊരു മന്ത്രി കൂടി എത്തേണ്ടതില്ല എന്നാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ കുവൈറ്റിൽ ഈ അപകടമുണ്ടായ സാഹചര്യത്തിൽ കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണവും നടപടിക്രമങ്ങളുമൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്.